ജിൻസി, ഞാൻ ഉഴൂർ ഇടവകാംഗമാണ്. സെൻറ്റ് സ്റ്റീഫൻസ് ഫൊറോന ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ 2019 ഏപ്രിൽ മാസത്തിലാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, ഞാൻ 20 വർഷമായിട്ട് സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് അവിടെ ഇത്രയും നാളും സ്പെഷ്യലിസ്റ്റിൻ്റെ എക്സാം വേണ്ടായിരുന്നു. ഞാനൊരു ഡിപ്ലോമയാണ്. അതിനുശേഷം അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു ഞങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റിൻ്റെ എക്സാം എഴുതണമെന്ന്. പക്ഷേ ഞങ്ങൾ ഇത്രയും നാളും തിയറിയായിട്ട് യാതൊരു ടച്ചും ഇല്ലായിരുന്നു. ഓൺലി പ്രാക്ടിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങൾ മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ച് ഞങ്ങൾ കുറച്ച് പേര് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. മാതാവിനോട് എന്നും ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ ഞങ്ങളെ പാസ്സാക്കണമെന്ന്. ഞങ്ങളതിനുവേണ്ടി ഒത്തിരി പരിശ്രമിച്ചു. അതിനുശേഷം ഞങ്ങൾ എക്സാം എഴുതി. ഞങ്ങൾ 3 പേരാണ് എക്സാം എഴുതിയത്. അതിന് എക്സാം ഒത്തിരി പാടായിരുന്നു. എക്സാമിന് കയറുന്നതിന് മുന്നേ ഞങ്ങൾ ഉടമ്പടി ഉപ്പ് എക്സാം സെൻറ്ററിൻ്റെ പുറത്ത് ഇട്ടതിന് ശേഷം ഉടമ്പടി തൈലം ഞങ്ങളുടെ കൈകളിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞങ്ങൾ എക്സാമിന് കയറി. എക്സാം ഭയങ്കര പാടായിരുന്നു. 500 മാർക്ക് വേണമായിരുന്നു. ടോട്ടൽ 800-ലാണ്. അതിൽ 500 മാർക്ക് വേണമായിരുന്നു ഞങ്ങൾക്ക് പാസ് മാർക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിൽ ഞാൻ മാതാവിനോട് 510 മാർക്കേ ചോദിച്ചുള്ളൂ. പക്ഷേ മാതാവ് എനിക്ക് അതിൽ കൂടുതൽ മാർക്ക് എനിക്ക് തന്ന് ഞങ്ങളെ വിജയിപ്പിച്ചു. കാരണം ഞങ്ങൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ജയിക്കുമെന്ന്. കാരണം അതുപോലെ എനിക്ക് എക്സാം പാടായിരുന്നു. ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ അവിടെ നിന്ന് ചൊല്ലിയതിന് ശേഷമാണ്, ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയതിന് ശേഷമാണ് ഞാൻ എക്സാം സെൻറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷം മാതാവ് റിസൾട്ട് വന്നു കഴിയുമ്പം ഞങ്ങളെ 3 പേരെയും നല്ല മാർക്കോടുകൂടി പാസ്സാക്കി. അതിന് മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ ചാച്ചന് 2 ആൾ പൊക്കത്തിൽ നിന്നും താഴെ പോയി അവിടെ നിന്ന് എൻ്റെ ചാച്ചൻ്റെ തലയിൽ 23 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. പക്ഷെ മാതാവിൻ്റെ വലിയൊരു കൃപയാൽ എൻ്റെ ചാച്ചൻ്റെ സ്കൾ ബോണിനൊന്നും ഒരു ഫ്രാക്ചർ പോലും ഇല്ലാതെ മാതാവ് പരിപൂർണമായിട്ട് സുഖപ്പെടുത്തി. മാതാവിൻ്റെ ഉടമ്പടി തൈലം ചാച്ചൻ്റെ തലയിൽ പുരട്ടുകയും അതുപോലെ തന്നെ ചാച്ചന് ഒത്തിരി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് റിക്കവർ ആകുകയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്തു. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് 2 വീലറിൻ്റെ ലൈസൻസ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. 4ാമത്തെ പ്രാവശ്യമാണ് എൻ്റെ ഹസ്ബൻഡിന് 2 വീലർ ലൈസൻസ് കിട്ടുന്നത്. ഹസ്ബൻഡ് പോകുന്നതിന് മുന്നേ ഉടമ്പടി തൈലം കയ്യിൽ പുരട്ടി പോയി. അതിനുശേഷമാണ് മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡിന് 2 വീലർ ലൈസൻസ് കിട്ടിയത്. പിന്നെ ഹസ്ബൻഡിന് ഫാമിലി വിസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. ഹസ്ബൻഡ് മെഡിക്കലിന് പോയപ്പോൾ മെഡിക്കലിന് ഫസ്റ്റ് ടൈം മെഡിക്കലിന് ഫെയിലായിപ്പോയി. ചെസ്റ്റ് എക്സ്റേക്കകത്ത് പാച്ചസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് മെഡിക്കലിന് ഫെയിലാവുമെന്ന് പറഞ്ഞതിന് ശേഷം മാതാവിനോട് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഉപയോഗിച്ചതിൻ്റെ ഫലമായി 2ാമത്തെ പ്രാവശ്യം മെഡിക്കലിന് പോയപ്പോൾ മെഡിക്കലിന് ഫിറ്റാവുകയും ഹസ്ബൻഡ് തിരിച്ച് സൗദി അറേബ്യക്ക് കയറി വരികയും ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ മോൾക്ക് PR കിട്ടുന്നില്ലായിരുന്നു കാനഡയിൽ. അപ്പോൾ മോൾ ഏകദേശം 4 വർഷത്തോളമായി അവിടെ ജോലി ചെയ്യുകയായിരുന്നു. PRന് വേണ്ടിയിട്ട് ഒത്തിരി താമസമായിരുന്നു. ഞങ്ങൾ ഉടമ്പടി തൈലവും അതിനു വേണ്ടി അവർ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തു. സാക്ഷ്യങ്ങളെല്ലാം അയച്ചു കൊടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മകൾക്ക് അവിടെ PR കിട്ടുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ വെക്കേഷന് വരുന്നതിന് മുന്നേ ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് ഇവിടുത്തെ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങളൊരു 4 പേര് കൂടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിന് ചുറ്റും ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ വർഷം എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് ഈ വർഷം എനിക്ക് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കുവാനുള്ള വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു ധ്യാനം കൂടണമെന്ന്, ഈ വെക്കേഷൻ വരുമ്പോൾ ഒരു ധ്യാനം കൂടണമെന്ന് ആഗ്രഹമായിരുന്നു. ഒരു 5 ദിവസം ധ്യാനം. അതും എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടെ നിന്നും കൊണ്ടുപോകുന്ന പത്രങ്ങൾ ഞങ്ങൾ സൗദി അറേബ്യക്ക് കൊണ്ടുപോകും. അവിടെ പല കമ്മ്യൂണിറ്റികളിലും ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന ഓരോ സാലറിയിലും എൻ്റെ ഒരു ദശാംശം ഞാൻ മറ്റുള്ള പാവങ്ങൾക്ക് കൊടുക്കാറുണ്ട്. സാമ്പത്തികമായി ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിന് 1000 നന്ദി. ഈ തിരുവൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.